Hi guys, welcome to Complete HTML Guide. ഈ വീഡിയോ സീരീസിലൂടെ HTML പ്രധാനപ്പെട്ട ഓരോ ടോപ്പിക്സും ചെറിയ ചെറിയ വീഡിയോകളിലൂടെയായിട്ട് നമ്മൾ കവർ ചെയ്യും. ആദ്യം തന്നെ HTML എന്താണെന്നും HTML സ്ട്രക്ചർ എന്താണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. HTML അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML, അല്ലാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് HTML എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുക ആ ഒരു വീടിൻ്റെ പ്ലാനാണ്. അപ്പോൾ ഈ പ്ലാനിനെയാണ് HTML ഡോക്യുമെൻ്റ് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ HTML ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത് പല പല എലമെന്റ്സിനെ യൂസ് ചെയ്തിട്ടാണ്. ചെറിയ ചെറിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കൂട്ടിച്ചേർത്തിട്ടാണ് വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. വീട് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ആ വീടിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ റൂംസ് ഉണ്ടാവും, അതേപോലെ ഒരു ഡൈനിങ് ഹാള്, കിച്ചൺ, ഇങ്ങനത്തെ പല പല റൂംസിനെ കൂട്ടിച്ചേർത്തിട്ടാണ് വീടിന്റെ പ്ലാൻ ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ HTML പല പല സ്ട്രക്ചറുകൾ, ചെറിയ ചെറിയ സ്ട്രക്ചറുകൾ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ കൂട്ടിച്ചേർത്തിട്ടാണ് വലിയൊരു HTML ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ HTML ഈ ചെറിയ ചെറിയ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റിനെയാണ് ടാഗ് എന്ന് പറയുന്നത്. HTML ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടാഗാണ് HTML, ഹെഡ്, ബോഡി എന്ന് പറയുന്നത്. ഈ ടാഗുകളുടെ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഒരു ആംഗുലർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ പെയർ ആയിട്ടാണ് ടാഗ് ഉണ്ടാവുക. അപ്പോൾ ഒരു വീടിന്റെ പ്ലാനിൽ കംപ്ലീറ്റ് പ്ലാനിനെ HTML ഡോക്യുമെന്റ് എന്നും അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഓരോ റൂംസ്, അതേപോലെ കിച്ചൺ, അങ്ങനെ ഡൈനിങ് ഹാൾ, അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഓരോ പോർഷൻസിനെ HTML ഉള്ളിലെ ഡിഫറെന്റ് ടാഗ്സ് ആയിട്ട് നമുക്ക് കാണാം. ഇനി ഒരു സിമ്പിൾ HTML ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ 3 ടാഗാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ടാഗാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ഫസ്റ്റ് HTML ടാഗ്. ഈ HTML ടാഗ് എന്ന് പറയുന്നത് ആ ഒരു വീടിന്റെ കംപ്ലീറ്റ് പ്ലാൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ 2 പോർഷൻസ് ആയിട്ട് ആ ഒരു പ്ലാൻ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോർഷൻ ഹെഡ് എന്നും സെക്കൻഡ് പോർഷൻ ബോഡി എന്നുമാണ്. ഹെഡ് പോർഷനിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതിന് മെറ്റാ ഡാറ്റ എന്ന് പറയും. ഇപ്പോൾ ഒരു വെബ്സൈറ്റിന്റെ കേസിൽ പറയുമ്പോൾ ആ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ, അതിന്റെ ഐക്കൺ, അത് എത്ര സൈസാണ് വേണ്ടത്, ഇങ്ങനത്തെ ആ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ് പോർഷൻ യൂസ് ചെയ്യുന്നത്. ബോഡി പോർഷനിലാണ് ആ പ്ലാൻ കംപ്ലീറ്റ്ലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ആ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത് ബോഡി പോർഷനിലാണ്. എത്ര പോർഷൻസ്, എന്തൊക്കെ നാവ് ബാർ വേണോ, നാവ് ബാറിലെ എത്ര എലമെന്റ്സ് വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബോഡി പോർഷൻ. ഇതിലുള്ള ഓരോരോ ടാഗ്സും സെപ്പറേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ബ്രൗസറിൽ റെൻഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന ഔട്ട്പുട്ടാണ് ഞാൻ ഇപ്പുറത്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് HTML സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ. അപ്പോൾ HTML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിന് ആണ് HTML എന്ന് പറയുന്നത്. ഒരു വെബ് പേജിന്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. HTML ടാഗ്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ ബേസിക് സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് പ്ലാൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. സോ ഇത്രയേ ഉള്ളൂ HTML എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് HTML നിങ്ങൾ കമ്പ്യൂട്ടറിൽ കോഡ് ചെയ്യാമെന്ന് നോക്കാം. സോ താങ്ക്സ്.